Hello everyone! Welcome to Mehar's Kitchen. ഇന്ന് നമുക്ക് കൈപ്പക്ക കൊണ്ട് ഒരു റെസിപ്പി നോക്കാം. കൈപ്പക്ക വലിയ ആർക്കും ഇഷ്ടമല്ല, പക്ഷേ ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. കുട്ടികളും നല്ല ടേസ്റ്റിൽ തിന്നും. അപ്പോൾ മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ഈ അടിപൊളി ക്രിസ്പി കൈപ്പക്ക ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഒരു 300 ഗ്രാം വലുപ്പമുള്ള കൈപ്പക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇനി 2 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നടുവിന്ന് ഒരു 3 കഷ്ണമാക്കിയിട്ട് എടുക്കാം. ഇനി കട്ട് ചെയ്ത ഒരു കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ നടുവിന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കുരുവെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കളയണം. നല്ലപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസ് എല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൈപ്പക്കയും നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നടുവിന്നൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് അധികം കട്ടില്ലാതെ തിൻ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കൈപ്പക്ക എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് അധികം കട്ടില്ലാതെയാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു നാരങ്ങയുടെ നീര് സ്ക്വീസ് ചെയ്തെടുക്കണം. 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് കറിവേപ്പില അരിഞ്ഞത്, 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ കൈപ്പക്ക മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, വേപ്പില, പെപ്പർ പൗഡർ ഇവയെല്ലാം ഒരു ബിഗ് ബൗളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൈപ്പക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലയും കൈപ്പക്ക നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ കൈപ്പക്കയും മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ആവാനായിട്ട് 1 മണിക്കൂർ നമ്മൾ മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ അതാ കൈപ്പക്ക നന്നായിട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കയ്യിൽ കുറച്ച് അത്യാവശ്യം കൈപ്പക്ക എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. സ്ക്വീസ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വെള്ളം സ്ക്വീസ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം സ്ക്വീസ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കൈപ്പക്കേൻ്റെയും വെള്ളം സ്ക്വീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ കൈപ്പക്കയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതാണ്. എണ്ണ ചൂടായ ഇതിലേക്ക് നമുക്ക് കൈപ്പക്ക ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് വേണം കൈപ്പക്ക ഇട്ട് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതങ്ങനെ ഒന്നും ഇളക്കാതെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. 1 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി വേണം മുരിപ്പിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒന്ന് ഫ്രൈ ആയി വരാൻ തുടങ്ങിയാൽ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ശരിയാക്കിയെടുക്കണം. നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കണം. അങ്ങനെ ഇതാ കൈപ്പക്ക നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കുറുമുറു ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാനായിട്ട് ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി വെക്കണം. അല്ലെങ്കിൽ കൈപ്പക്ക നമ്മൾ കോരിയെടുക്കുന്ന ഗ്യാപ്പിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഗ്യാസ് ഒന്ന് നന്നായിട്ട് സ്ലോ ആക്കിയിട്ട് നമുക്കിത് കോരിയിട്ട് മാറ്റി വെക്കാം.
എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള കൈപ്പക്കയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈപ്പക്ക ഫ്രൈ റെഡിയാണ്. ക്രിസ്പി കുർക്കുറെ കൈപ്പക്ക ഫ്രൈ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയായിട്ട് ഡിഷാണ്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡിഷാണ്. പിന്നെ കൈപ്പക്ക കൊണ്ട് എപ്പോഴും ഉപ്പേരി ഉണ്ടാക്കാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ, ട്രൈ ചെയ്യൂ, എന്നിട്ട് ഞങ്ങളെ അറിയിക്കൂ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പിന്നെ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.